നമസ്കാരം. കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ ചെരിഞ്ഞ കപ്പൽ ഇപ്പോൾ പൂർണ്ണമായും മുങ്ങി എന്ന വാർത്തകൾ പുറത്തു വരികയാണ്. കൊച്ചി തീരത്തിനടുത്ത് അറബിക്കടലിൽ ചെരിഞ്ഞ MSC എൽസ 3 ആണ് പൂർണ്ണമായും മുങ്ങിത്താഴ്ന്നു എന്ന തരത്തിൽ വാർത്തകൾ പുറത്തു വരുന്നത്. കപ്പൽ മുങ്ങിത്താഴ്ന്നതോടുകൂടി അല്പസമയം മുമ്പ് അതിൻ്റെ ക്യാപ്റ്റനെയും അതിൻ്റെ എഞ്ചിനീയർമാരെയും മാറ്റിയിരുന്നു. നേവിയുടെ ILS സുജാതയിലാണ് ഇവർ രക്ഷപ്പെട്ടത്. റഷ്യൻ പൗരനായ ക്യാപ്റ്റനും 20 ഫിലിപ്പീൻ സ്വദേശികളും യുക്രൈനിൽ നിന്നുള്ള 2 പേരും ഒരു ജോർജിയൻ സ്വദേശിയുമായിരുന്നു ഈ കപ്പലിലുണ്ടായിരുന്നത്. 24 ജീവനക്കാരിൽ 21 പേരെ തീരസേനയും നാവികസേനയും ചേർന്ന് ഇന്നലെ തന്നെ രക്ഷപ്പെടുത്തുകയും ചെയ്തിരുന്നു. കപ്പലിൽ തുടർന്ന ക്യാപ്റ്റനെയും 2 എഞ്ചിനീയർമാരെയുമാണ് അവസാനം രക്ഷപ്പെടുത്തിയത്. കപ്പൽ ചെരിഞ്ഞു തുടങ്ങിയപ്പോൾ ഇതിൻ്റെ ക്യാപ്റ്റനോടും മറ്റ് 2 സഹപ്രവർത്തകരോടും കപ്പലിൽ തന്നെ തുടരണമെന്ന് കമ്പനി ആവശ്യപ്പെടുകയായിരുന്നു. എന്നാൽ ഇന്ന് അത് പൂർണ്ണമായും മുങ്ങുന്ന അവസ്ഥയിലേക്ക് വന്നപ്പോഴാണ് ഇവരെ രക്ഷപ്പെടുത്തുന്നതിനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചത്. അങ്ങനെയാണ് ഇന്ന് 10 മണിയോടുകൂടി ഈ ക്യാപ്റ്റൻ അടക്കമുള്ള 3 പേരെ കൂടി കപ്പലിൽ നിന്നും രക്ഷപ്പെടുത്തിയത്. അത് കഴിഞ്ഞ് ഒട്ടും വൈകാതെ തന്നെ കപ്പൽ പൂർണ്ണമായും മുങ്ങിത്താഴുകയും ചെയ്തു എന്നുള്ള വാർത്തകൾ പുറത്തു വരികയാണ്. കടലിൽ വീണ കണ്ടെയ്നറുകൾ തീരത്തഴിയുകയാണ് എങ്കിൽ എറണാകുളം തീരത്തോ ആലപ്പുഴ തീരത്തോ ഇന്ന് ഉച്ച കഴിയുമ്പോഴേക്കും എത്തിയേക്കാം എന്നുള്ളതാണ് സാധ്യതയായി, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു നിഗമനത്തിലേക്കാണ് ഈ KSDM എത്തുന്നത്. സംസ്ഥാനത്തെ തീരദേശത്ത് ഇപ്പോൾ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നിലവിൽ അപകടകരമായ നില കാണുന്നില്ല എങ്കിലും തീരത്ത് ജാഗ്രത പാലിക്കണം എന്നാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. കടലിൽ വീണ കണ്ടെയ്നറുകൾ കരയ്ക്കടിഞ്ഞാൽ ആളുകൾ തുടരുത് എന്ന് ഇന്നലെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതിൻ്റെ മുന്നറിയിപ്പ് ദുരന്ത നിവാരണ അതോറിറ്റിയാണ് ഇത്തരത്തിലുള്ള ഒരു മുന്നറിയിപ്പ് ഇന്നലെ വൈകുന്നേരത്തോടു കൂടി പുറപ്പെടുവിച്ചത്. കണ്ടെയ്നറുകൾ കേരള തീരത്ത് അടിഞ്ഞാൽ ആരും അടുത്തേക്ക് പോകരുത്, 112ലേക്ക് ഉടൻ വിളിച്ച് വിവരം പറയണം എന്ന നിർദ്ദേശം നൽകിയിരുന്നു. എന്തായാലും അത്തരത്തിലുള്ള ഒരു കണ്ടെയ്നറുകൾ ഏതെങ്കിലും ഒക്കെ തീരത്ത് അടിയും, കൊച്ചിയിലേക്ക് തന്നെ ആയിരിക്കും കൂടുതലും അടിയുക എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ അറബിക്കടലിൽ വലിയ തോതിലുള്ള മുന്നറിയിപ്പുകൾ നടത്തിക്കഴിഞ്ഞു. കടൽ തീരത്ത് താമസിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് പറയുന്ന കാര്യം, ഈ കണ്ടെയ്നറുകളിൽ വലിയ തോതിലുള്ള അമിതമായ രാസവിഷം ഉണ്ട് എന്നതുകൊണ്ട് തന്നെ അത് ആരും തുടരുത് എന്നുള്ള മുന്നറിയിപ്പാണ് ഇപ്പോൾ ദുരന്ത നിവാരണ സേന മുന്നോട്ട് വയ്ക്കുന്നത്.